ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് അറ്റാക്ക് ഓൺ ടൈറ്റൻ എന്ന ജാപ്പനീസ് അനിമി TV സീരീസിന്റെ സീസൺ 2 5ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. 700 ലൈക്കാണ് നമ്മുടെ ടാർഗറ്റ്. സോ 700 ലൈക്ക് എപ്പോൾ ആവുന്നോ അപ്പോൾ അടുത്ത എപ്പിസോഡ് അപ്ലോഡ് ആവുന്നതായിരിക്കും. അപ്പോട്ട് സമയങ്ങളാതെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. മഞ്ഞുമലയിലെ ട്രെയിനിങ്ങിന് വേണ്ടി അവർ ഒരുപാട് ദൂരം നടന്ന് ഒരു സ്ഥലത്ത് എത്തുവാണ്. 9 മണിക്കൂറും 12 മിനിറ്റും. ആ കുഴപ്പമില്ല എന്ന ഓഫീസേഴ്സ് പറയുന്നു. അങ്ങനെ അവർ നടന്ന ക്ഷീണത്തിൽ അവിടെ ഇരിക്കുന്ന സമയത്താണ് റെയ്നർ ആ കാര്യം പറയുന്നത്. ക്രിസ്റ്റനെയും ഏമറിനെയും പിന്നെ ഡാസും എന്ന് പറയുന്ന ഒരു ഓഫീസറിനെയും കാണാനില്ല. പുള്ളിക്കാരന് വയ്യാത്തത് കൊണ്ട് അവരുടെ കൂടെയായിരുന്നു ക്രിസ്റ്റ എന്ന് മിക്കാസ പറയുന്നു. അവർക്കെങ്ങാനും ഇനി വഴി തെറ്റി കാണുമോ എന്ന് ആർമിൻ ചോദിക്കുന്നു. അപ്പോഴാണ് ഒരാൾ അവിടെ വിളിച്ചു പറയുന്നത്, ഈ കാലാവസ്ഥ വളരെയധികം മോശമാണ്, പെട്ടുപോയാൽ തീർന്നത് തന്നെ. ഇത് കേട്ട് എറിൻ അവരെ അന്വേഷിച്ച് പോവാൻ വേണ്ടി നിൽക്കുന്നു. മിക്കാസ അവനെ തടയുന്നു. പെട്ടെന്നാണ് അങ്ങോട്ടൊരു ഓഫീസർ വന്ന് എല്ലാവരോടും അകത്ത് കയറാൻ വേണ്ടി പറയുന്നത്. പക്ഷെ ക്രിസ്റ്റ വന്നിട്ടില്ല. അവർക്ക് വേണ്ടി രാവിലെ തന്നെ ഒരു സംഘത്തെ അഴക്കുന്നതാണ് എന്ന് ഓഫീസേഴ്സ് പറയുന്നു. അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞു കാണും. പിന്നെ എന്താ നീ പറഞ്ഞു വരുന്നേ? ഇനി അവർക്ക് വേണ്ടി ഒരുപാട് ആളെ കളയണമെന്നാണോ? സോ പെട്ടെന്ന് തന്നെ വളരെ വലിയ തോതിൽ അങ്ങോട്ടൊരു കാറ്റ് വീശുന്നു. സോ കാലാവസ്ഥ വളരെ മോശമാണെന്ന് അവന് മനസ്സിലാവുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് കാട്ടിലൂടെ ഡാസുനെയും വലിച്ചുകൊണ്ട് പോകുന്ന ക്രിസ്റ്റനെയും ഏമറിനെയും ആണ്. ക്രിസ്റ്റ നിൽക്ക്, ഞാൻ പറയുന്നത് കേക്ക്, മതിയാക്ക്. മാർക്കിനു വേണ്ടി പറ്റാത്ത പണിക്ക് പോയത് അവന്റെ തെറ്റാണ്. സ്വന്തം പരിമിതികൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണമായിരുന്നു. ഇവന്റെ കാര്യത്തിൽ വൈകാതെ തന്നെ ഒരു തീരുമാനമാവും. ഇവനെ വലിച്ചുകൊണ്ട് ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങിയ മിക്കവാറും ഇവന്റെ കൂടെ നമ്മളും മരിക്കും. ഇല്ല, എന്നെ കൊണ്ട് പറ്റും. മലയുടെ അടിയിലുള്ള ആ ക്യാമ്പിലേക്ക് ഇവനെയും കൊണ്ട് ഞാൻ പോവും. അങ്ങനെ ഡാസിനെ ഞാൻ രക്ഷിക്കും. നീ പൊക്കോ, നീ ഞങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. സോ അപ്പൊ നിനക്കൊരു ബുദ്ധിമുട്ടുമില്ലല്ലോ. കുറച്ച് വൈകിയാണെങ്കിലും ഞങ്ങൾ രണ്ടുപേരും അവിടെ എത്തും. ഇതൊക്കെ കേട്ട് ഏമിർ, നീ എന്താ എന്നോട് സഹായം ചോദിക്കാത്തെ എന്ന് ക്രിസ്റ്റയോട് ചോദിക്കുന്നു. നിനക്ക് ഡാസിയെ സഹായിക്കണമെന്ന് യാതൊരു ഉദ്ദേശവും ഇല്ല, പിന്നെ ഞാൻ എന്തിന് എന്ന് ക്രിസ്റ്റ പറഞ്ഞു തീർന്നതും ഏമിർ അവളുടെ മുഖത്തോട്ട് തന്നെ നോക്കുന്നു. ഇങ്ങനെ പോയാ അവന്റെ കൂടെ നീയും ഇവിടെ കടന്ന് മരിക്കുമെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. നീയൊരു നല്ല കുട്ടിയാണെന്നാ ഞാൻ വിചാരിച്ചേ. മരിക്കുന്നതിന് മുൻപ് ഇവനെ സഹായിച്ചു എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനല്ലേ നീ ഇത് ചെയ്യുന്നേ? നിന്നെ ആളുകൾ ഒരു മഹതിയായി അംഗീകരിക്കണമെങ്കിൽ നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നീ അവനെ ബലി കൊടുക്കരുത്. അത് നല്ല കുട്ടികളുടെ ശീലമല്ല. അല്ല, അത് പിന്നെ ഞാൻ ആളുകൾ തിരയുന്ന ആ ജാരസന്തതി അത് നീയല്ലേ എന്ന് ഏമിർ അവളോട് ചോദിക്കുന്നു. അത് നിനക്കെങ്ങനെ അറിയാം? ഓ, അപ്പൊ അത് നീയാണല്ലേ എന്ന് ഏമിർ മനസ്സിൽ പറയുന്നു. പണ്ടെപ്പോഴോ കേട്ടതാണ്. അന്ന് ഞാൻ മതിലുകൾക്കുള്ളിൽ ഒരു പള്ളിയുടെ അകത്തായിരുന്നു. ജീവിക്കാനായി അവിടുന്ന് ഇവിടുന്നും സാധനങ്ങൾ കടമെടുത്തോണ്ടിരുന്ന കാലം. മോഷണമാണ്, അതിനാണ്. നിങ്ങൾ എന്താ ഈ പറയുന്നേ? ഒരിക്കലുമില്ല. ഒരു ജാരസന്തതിയെ ഒരിക്കലും നോബ്ലിന്റെ അനന്തരാവകാശിയായി മാറ്റാൻ ഒരിക്കലും പറ്റില്ല. അവളെ കൊന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം തീരില്ലേ എന്നൊക്കെയായിരുന്നു ആ പാസ്റ്റേഴ്സ് അന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നതാ. പക്ഷേ ആ കുട്ടി പേര് മാറ്റിയാണ് ജീവിക്കുന്നതെങ്കിൽ കുഴപ്പമില്ലെന്നും ഞാൻ കേട്ടു. പിന്നീട് ആ പെണ്ണ് ട്രെയിനിങ് കോപ്സിൽ ചേർന്നു എന്നാണ് അവസാനമായി ഞാൻ കേട്ടത് എന്ന് ഏമിർ അവളോട് പറയുന്നു. പേടിക്കണ്ട, ഞാൻ ഇതാരോടും പറഞ്ഞിട്ടില്ല, ഇനി പറയുകയില്ല. ഇത് കേട്ട് ക്രിസ്റ്റ, അപ്പോ എന്നെ അന്വേഷിച്ചാണോ നീ ട്രെയിനിങ് കോപ്സിൽ ചേർന്നത്? എന്തിന്? എനിക്കറിയില്ല. ഒരുപക്ഷെ നമ്മളുടെ രണ്ടുപേരുടെ അവസ്ഥ ഒരുപോലെ ആയതുകൊണ്ടായിരിക്കാം. നീയും എന്നെ പോലെയാണോ എന്ന് ക്രിസ്റ്റ അവളോട് ചോദിക്കുന്നു. ആ, ഏറെക്കുറെ. നിനക്ക് എന്നോട് കൂട്ടുകൂടണോ എന്ന് ക്രിസ്റ്റ അവളോട് ചോദിക്കുന്നു. ഇല്ല, നമ്മൾ രണ്ടുപേരും ഒരുപോലെ ആയിരിക്കാം, പക്ഷേ തുല്യരല്ല. ജീവിക്കാനായി ഒരു സെക്കൻഡ് ചാൻസ് കിട്ടിയവരാണ് നമ്മൾ. പക്ഷെ ഞാൻ നിന്നെ പോലെ എന്റെ പേര് മറച്ചു വെക്കുന്നില്ല. ഏമറെന്ന എന്റെ ഈ പേര് മറച്ചു വെച്ച് ഞാൻ ഒരിക്കലും ജീവിക്കില്ല. അങ്ങനെ മാത്രമേ എനിക്ക് അവരോട് പ്രതികാരം ചെയ്യാൻ പറ്റൂ. സ്വന്തം പേര് മറച്ചു വെച്ച് നീ നിന്നെ തന്നെ കൊന്നുകൊണ്ടിരിക്കുവാണ്. സ്വന്തം പേര് പുറത്തു പറയരുതെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണ്ടേ നിനക്ക്? ഇല്ല, എന്നെ കൊണ്ട് പറ്റില്ല. ഇപ്പോൾ പോലും ഇവിടെ നിന്ന് നമ്മൾ 3 പേരും ജീവനോടെ രക്ഷപ്പെടുമോ എന്നുള്ളതിൽ യാതൊരു ഉറപ്പുമില്ല. മരണം എപ്പോഴും നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. ഇത് കേട്ട് ഏമിർ, ശരി, ഒരു വഴിയുണ്ട് എന്ന് പറഞ്ഞ് മലമുകളിലോട്ട് പോകുന്നു. ഇതാ ഇവിടുന്ന് നോക്കിയാൽ നമ്മുടെ ബേസ് കാണാം. ഡാസിനെ ഇവിടെ നിന്നും എടുത്ത് താഴെയിടാം. ഭാഗ്യമുണ്ടെങ്കിൽ അവൻ മരിക്കില്ല. രക്ഷപ്പെടാനുള്ള സാധ്യത കുറവാണ്, പക്ഷേ അവന് വേറെ വഴിയില്ല. പക്ഷെ താഴേക്കിട്ട അവൻ ഉറപ്പായിട്ടും മരിക്കും എന്ന് ക്രിസ്റ്റ പറയുന്നു. മതി, നിർത്ത്, ഇനി നീ ഒന്നും പറയണ്ട എന്ന് പറഞ്ഞ് ഏമർ അവളെ പൊക്കിക്കൊണ്ട് അവിടെ നിന്നും ജസ്റ്റ് ഒന്ന് മാറ്റി നിർത്താൻ വേണ്ടി അവളെ ഉരുട്ടി താഴെയിടുന്നു. സോ മഞ്ഞിൽ നിന്നും പുറത്തു വന്ന അവൾ നോക്കുന്ന സമയത്ത് അവരെ രണ്ടുപേരെയും കാണാനില്ല. ഡാസി നിന്ന സ്ഥലത്ത് ഒരു കുഴി പോലെ ആയിട്ടുണ്ട്. ഇതേ സമയം തന്നെ എറിനും മിക്കാസയും ആർമിനും അവളെ തെരഞ്ഞു പോവാൻ വേണ്ടി നിൽക്കുവാണ്.
ഹേയ്, എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്ന് ചോദിച്ച് റെയ്നറും ബെർഡോൾഡും അങ്ങോട്ട് വരുന്നു. സോ അവരിവരുടെ കൂടെ വരാമെന്ന് പറയുന്നു. ഇതേ സമയം ഞങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് സഷയും കോണിയും മാർക്കോയും അങ്ങോട്ട് വരുന്നു. പെട്ടെന്നാണ് ഒരു ഇടി പൊട്ടിയതുപോലെ ഒരു ശബ്ദം അവർ കേൾക്കുന്നത്. പുറത്തിറങ്ങി നോക്കി അവർക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. കുറച്ചു സമയത്തിന് ശേഷം ക്രിസ്റ്റ അങ്ങോട്ട് നടന്നു വരുന്നു. അവൾ കാണുന്നത് പുറത്തിരിക്കുന്ന ഏമറിനെയാണ്. ദാസിയോടെ നീ അവനെ കൊന്നോ എന്ന് ചോദിച്ചാണ് ക്രിസ്റ്റ വരുന്നത്. ഇല്ല, അവനകത്ത് സേഫാണ് എന്ന് ഏമറും പറയുന്നു. ഇത് കണ്ട് ക്രിസ്റ്റ അതിശയത്തോടെ ആ മലയിലോട്ട് നോക്കുന്നു. അതുവഴിയാണോ നീ വന്നേ? നിന്റെ കയ്യിൽ കയറൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിലും എങ്ങനെയാ ഇത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടെ എത്തിയേ എന്ന് ക്രിസ്റ്റ അവളോട് ചോദിക്കുന്നു. ശരി, നിന്നോട് പറഞ്ഞേക്കാം, പക്ഷേ നീ എനിക്ക് വാക്ക് തരണം. എന്റെ രഹസ്യം ഞാൻ എല്ലാവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്ന അന്ന് തൊട്ട് നീ നിന്റെ യഥാർത്ഥ പേരിൽ ജീവിച്ചു തുടങ്ങണം. പിന്നീട് കത്തിയെടുത്ത് താഴോട്ട് ചാടുന്ന ഏമിറിനെയാണ് കാണിക്കുന്നത്. ക്രിസ്റ്റ, നീ തനിച്ചല്ല, ജനിച്ചില്ലായിരുന്നെങ്കിൽ എന്ന് ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട്. ജനിച്ചു പോയെന്ന ഒറ്റ തെറ്റുകൊണ്ട് ഈ ലോകം എന്നെ അന്നേ വെറുത്തു തുടങ്ങി. ഞാൻ മരിച്ചത് എല്ലാവർക്കും വേണ്ടിയാണ് എന്ന് പറഞ്ഞ് അവൾ അവളുടെ കൈമുറിക്കുന്നു. പക്ഷേ ആ നിമിഷം ഞാൻ നെഞ്ചോട് ചേർത്ത് വെച്ച ഒരാഗ്രഹമുണ്ട്. ഇനിയൊരു ജന്മം എനിക്കുണ്ടെങ്കിൽ ആ ജീവിതം ഞാൻ നിന്റെ കൂടെ ജീവിക്കും. സോ എന്ന് പറഞ്ഞ് ഏമിർ ഒരു ടൈറ്റനായി മാറുന്നു. ഇതേ സമയമാണ് ഒരു കാര്യം വെളിപ്പെടുത്തുന്നത്. ടൈറ്റനുകൾ ഏറ്റവും കൂടുതൽ സജീവമായിരിക്കുന്നത് സൂര്യപ്രകാശം ഉള്ളപ്പോഴാണ്. അതുകൊണ്ട് തന്നെ മഞ്ഞുള്ള സ്ഥലത്ത് അവരുടെ വേഗത കുറയും. സോ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന സൈനികരാണ് ആ ട്രെയിനിങ്ങിൽ വിജയിക്കുന്നത്. സോ ടൈറ്റനായി മാറിയ ഏമിർ തന്റെ മുമ്പിലുള്ള എല്ലാ ടൈറ്റൻസിനെയും കടിച്ചു കീറുന്നു. ഏമിർ ടൈറ്റനാണെന്നുള്ള കാര്യം കോണിക്കും മറ്റുള്ളവർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ ടൈറ്റൻ എന്ന് പറഞ്ഞ റെയ്നറും ബെർഡോൾഡും നോക്കുന്നു. അപ്പോഴാണ് ആ കാര്യം മനസ്സിലാവുന്നത്. പണ്ട് ഇവരെ അറ്റാക്ക് ചെയ്യാൻ വന്നതും ഇതേ ടൈറ്റൻ ആയിരുന്നു. ടൈറ്റൻസുമായി ഫൈറ്റ് ചെയ്യുന്ന ഏമറിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ക്രിസ്റ്റ താഴെ വീഴാൻ വേണ്ടി പോകുന്നു. റെയ്നർ അവളുടെ കാലിൽ പിടിച്ച് അവളെ രക്ഷിക്കുന്നു. ക്രിസ്റ്റ, നിനക്കറിയാമായിരുന്നോ ഏമർ ഒരു ടൈറ്റൻ ആണെന്ന്? ഇല്ല, അറിയില്ലായിരുന്നു എന്ന് ക്രിസ്റ്റ പറയുന്നു. ഇവൾ ശരിക്കും ഒരു ടൈറ്റൻ ആണെങ്കിൽ നമ്മുടെ ഈ ലോകത്തിന്റെ ഒരുപാട് രഹസ്യങ്ങൾ ഇവൾക്ക് അറിയാമായിരിക്കും. ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് റെയ്നർ പറയുന്നു. അപ്പോ അവൾക്ക് ഇതിനെ പറ്റി അറിയാമായിരുന്നോ? എറിൻ ആദ്യമായി ടൈറ്റൻ ആവുന്നതിന് മുൻപ് വരെ അവൻക്കൊരു ടൈറ്റൻ ആവാൻ പറ്റുമെന്ന് അവൻ അറിയില്ലായിരുന്നു. എന്നാൽ ഇവൾക്ക് ടൈറ്റൻ ആവാൻ പറ്റുമെന്ന് അറിയാവുന്നത് പോലെയാണ് പെരുമാറിയത്. അങ്ങനെയാണെങ്കിൽ ഇവൾ ഇതിന് മുൻപും ടൈറ്റനായി മാറിയിട്ടുണ്ട് എന്ന് കോണി പറയുന്നു. നീ പറയുന്നത് ഏമറും മനുഷ്യരുടെ ഒരു ശത്രുവാണെന്നാണോ എന്ന് ക്രിസ്റ്റ അവനോട് ചോദിക്കുന്നു. ഇത്രയൊക്കെ രഹസ്യങ്ങൾ അവൾ മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ എന്തൊക്കെ രഹസ്യങ്ങൾ അവൾ മറച്ചു വെച്ചു കാണും? ശരിക്കും എന്താണ് അവളുടെ ലക്ഷ്യം എന്ന് ബെർഡോൾഡ് ചോദിക്കുന്നു. ഇതേ സമയമാണ് ഏമറിനെ ടൈറ്റൻസ് എല്ലാവരും കൂടി ചേർന്ന് പൊതിയുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്ന അവൾ ആ കെട്ടിടത്തിൽ കയറി പിടിക്കുന്നു. പക്ഷേ അത് കയ്യിലൂടെ പോരുവാണ്. സോ കെട്ടിടത്തുമ്പോ കളിച്ചു കഴിഞ്ഞാൽ അതെല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുമെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. ക്രിസ്റ്റയെ തന്നെ നോക്കിക്കൊണ്ട് ഏമർ താഴോട്ട് ചാടുന്നു. ഈ ബിൽഡിംഗ് തകരരുതെന്ന് അവൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് കോണി ചോദിക്കുന്നു. അതെ, അത് തന്നെയാ കാരണം. അവൾക്ക് വേണമെങ്കിൽ അവളുടെ ശക്തി ഉപയോഗിച്ച് രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ അവൾ അത് ചെയ്യുന്നില്ല. സോ അവൾ നമ്മളെ രക്ഷിക്കാൻ നോക്കുക. ഇതിനോടകം ടൈറ്റൻസ് എല്ലാവരും ഏമറിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് ടെൻഷനായ ക്രിസ്റ്റ അതിന്റെ മുകളിൽ കയറി നിൽക്കുന്നു. നീ മരിക്കരുത് ഏമർ, മരിക്കരുത്. അതും ഇതുപോലൊരു സ്ഥലത്ത് നീ ഒരിക്കലും മരിക്കരുത്. പ്രശംസയ്ക്ക് വേണ്ടി മരിക്കാൻ നിനക്കെന്താ വട്ടാണോ? സ്വർഗത്തിലോട്ട് പോവാനാണെങ്കിൽ അതിനുള്ള സമയം വൈകി. നീ നിനക്ക് വേണ്ടി ജീവിക്കാൻ നോക്കടി. ഈ കോട്ട തകരാതിരിക്കാനാണ് നീ ശ്രമിക്കുന്നതെങ്കിൽ അത് വേണ്ട, എല്ലാം തകർത്തേക്ക് എന്ന് വിളിച്ച് പറയുവാണ് ക്രിസ്റ്റ. ഇത് കേട്ട് ഏമർ ആ കോട്ടയിലുണ്ടായിരുന്ന എല്ലാ കല്ലുകളും പറിച്ചെടുത്ത് ടൈറ്റൻസിന് നേരെ എറിയുന്നു. പെട്ടെന്ന് തന്നെ ആ ബിൽഡിംഗ് ഇടിഞ്ഞു പൊളിഞ്ഞ് താഴോട്ട് വീഴാൻ വേണ്ടി നിൽക്കുവാണ്. സോ താഴെ വീഴുന്ന റെയ്നറിന്റെയും കോണിയുടെയും ക്രിസ്റ്റയുടെ അടുത്തോട്ട് പെട്ടെന്ന് തന്നെ ഏമർ വരുന്നു. ജീവിക്കണമെങ്കിൽ എന്നെ പിടിച്ചോ എന്ന് ഏമർ പറയുന്നു. സോ അവളുടെ മുടിയിൽ കയറി അവർ 4 പേരും പിടിക്കുന്നു. അങ്ങനെ ആ കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നതിൽ നിന്നും അവൾ അവരെ രക്ഷിക്കുന്നു. ആ കെട്ടിടത്തിന്റെ അവശിഷ്ടം എല്ലാ ടൈറ്റൻസിന്റെയും മുകളിൽ വന്ന് വീണു കഴിഞ്ഞു. സോ ടൈറ്റൻസ് ഒരിക്കലും ഇനി പുറത്തു വരില്ല, എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞ് സമാധാനിച്ച് നിൽക്കുന്ന സമയത്താണ് ഓരോ ടൈറ്റൻസ് ആയിട്ട് അടിയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത്. ഇത് കണ്ട് ഏമർ അവരെ ഇല്ലാതാക്കാൻ വേണ്ടി പോകുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ ഒരു ടൈറ്റൻ വന്ന് അവളെ തൂക്കിയെടുത്ത് അടിക്കുന്നു. സോ താഴെ വീണ് കിടക്കുന്ന അവളുടെ അടുത്തോട്ട് ഒരുപാട് ടൈറ്റൻസ് വരുന്നു. എല്ലാവരും കൂടി ചേർന്ന് അവളെ അങ്ങ് പിച്ചി ചീന്തുന്നു. സോ ടൈറ്റൻ ശരീരത്തിന് ഉണ്ടാവുന്ന പ്രശ്നങ്ങളെല്ലാം അവരുടെ യഥാർത്ഥ ശരീരത്തിനെ എഫക്ട് ചെയ്യും. ഇല്ല ഏമർ, നിൽക്ക്, നിന്നോട് എനിക്ക് പറയണം. എന്റെ യഥാർത്ഥ പേരെന്താണെന്ന് നിന്നോട് എനിക്ക് പറയണം എന്ന് പറഞ്ഞ് ക്രിസ്റ്റ അവളുടെ അടുത്തോട്ട് ഓടുന്നു. പെട്ടെന്ന് തന്നെ ഒരു ടൈറ്റൻ അവളുടെ മുമ്പിലോട്ട് വരുവാണ്. ആ ടൈറ്റൻ ഇപ്പോ അവളെ കൊല്ലൂടാന്നും പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ക്രിസ്റ്റ, നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്ക്, ഇത് ഇനി ഞങ്ങൾ നോക്കിക്കോളാം. സോ മിക്കാസി ആയിരുന്നു അത്.
അവൾ മാത്രമല്ല എല്ലാ സർവേ കോപ്സ് ഉദ്യോഗസ്ഥരും അങ്ങോട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ടൈറ്റൻസിനെ വെട്ടി വീഴ്ത്തുന്നു. നമ്മുടെ എറിനും ഒരു ടൈറ്റനെ വെട്ടി താഴെ ഇടുന്നു. പക്ഷെ അവന്റെ 3D മാനുവൽ ഗിയർ കൂട്ടിയിടിച്ച് അവൻ താഴെ വീഴുവാണ്. അപ്പോഴാണ് എറിൻ എന്ന് വിളിച്ചുകൊണ്ട് അങ്ങോട്ട് റെയ്നറും കോണിയും ബർഡോൾഡും ഓടി വരുന്നു. ഇതിനോടകം അവിടെ നടന്ന എല്ലാ ടൈറ്റൻസിനെയും ഒരു മയമില്ലാണ്ട് സർവേ കോപ്സ് വെട്ടി താഴെ ഇടുന്നു. കുറച്ചു സമയത്തിന് ശേഷം എല്ലാം അവസാനിക്കുന്നു. ഒരു കൈയും കാലും നഷ്ടപ്പെട്ട ഏമിറിനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ് എല്ലാവരും. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഏമിർ എന്ന് ആർമിൻ പറയുന്നു. ഏമിർ എന്ന് ക്രിസ്റ്റ അവളെ വിളിക്കുന്നു. ഏമിർ, എന്റെ യഥാർത്ഥ പേര് ഹിസ്റ്റോറിയ എന്നാണ്. സോ അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. സോ ഏമിർ ഒരു ടൈറ്റൻ ആണെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി. അവൾ എങ്ങനെയായിരിക്കും ടൈറ്റനായി മാറിയിട്ടുണ്ടാവുക? എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരെ. അതുവരേക്കും ബൈ.